നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്വപ്നേ, നീ എങ്ങോട്ടാ പോകുന്നേ? അതെന്തിനാ നിന്നെ അറിയിക്കുന്നെ? ഗിരിയേട്ടൻ പലവട്ടം നിന്നോട് സഞ്ജയനെ കാണാൻ പോരുതെന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് നീ എന്തിനാ ഗിരിയേട്ടൻ പറയുന്ന കേൾക്കാതെ അവന്റെ പുറകെ നടക്കുന്നേ? ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാ. എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ നിന്റെയോ ചേട്ടന്റെയോ ഉപദേശത്തിന്റെ ആവശ്യമില്ല. ഗിരിയേട്ടൻ നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി അല്ല നിന്നെ വിലക്കുന്നത്. സഞ്ജയനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാ നീ അവനുമായിട്ട് അടുക്കുന്നത് കാണുമ്പോ ഗിരിയേട്ടൻ പേടിക്കുന്നത്. സ്വപ്നെ, അത് നിന്നോടുള്ള കരുതൽ കൊണ്ടാണെന്ന് നീ എന്താ മനസ്സിലാക്കാത്തെ? കരുതൽ? ചേട്ടൻ എന്നെ വിലക്കുന്നത് എന്നോടുള്ള അസൂയ കൊണ്ട് മാത്രമാ. ഗിരിയേട്ടൻ എന്തിനാ നിന്നോട് അസൂയ തോന്നേണ്ടത്? ഗിരിയേട്ടൻ ഇത്രയും കാലം ഗോപാൽജിയുടെ അടുത്ത് പോത്ത് പോലെ പണിയെടുത്തിട്ട് കിട്ടിയത് എന്താ? വേറെ നക്കാപ്പിച്ച. ഞാൻ സഞ്ജയനെ കല്യാണം കഴിച്ച് ആ വീട്ടിലെ മരുമകളായ പിന്നെ ഞാൻ മുതലാളിയും ചേട്ടൻ തൊഴിലാളിയും ആവില്ലേ? ഒട്ടും കഷ്ടപ്പെടാത്ത ഞാൻ ഗിരിയേട്ടനേക്കാൾ നല്ല നിലയിലെത്തുമ്പോ ചേട്ടൻ അസൂയ തോന്നാതിരിക്കോ? അത് മാത്രമല്ല, ഇത്രയും കാലം എന്നെ ഒന്നിനും കൊള്ളാത്തവളെന്ന് വിളിച്ച് അപമാനിച്ചതിനൊക്കെ ഞാൻ ഗിരിയേട്ടനോട് കണക്ക് ചോദിക്കുന്ന പേടി ചേട്ടനുണ്ടാവും. നീ അങ്ങനെയാണോ നിന്റെ ചേട്ടനെ മനസ്സിലാക്കിയിരിക്കുന്നത്? നിനക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള മനസ്സ് ഗിരിയേട്ടനുണ്ട്. എന്തും ചെയ്യണ്ട, സഞ്ജുവേട്ടനായിട്ടുള്ള കല്യാണം നടത്തി തന്നാ മതി. അറിഞ്ഞുകൊണ്ട് നിന്നെ അങ്ങനെ ഒരു പ്രശ്നത്തിൽ കൊണ്ടിടാൻ ഗിരിയേട്ടന് പറ്റില്ല. അവൻ അത്രയും വലിയൊരു വിഷമാണ്. ഇത്ര വിഷമുള്ള ഒരാളാണോ നീ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്? എന്റെ ഇഷ്ടത്തോടെ അല്ല ആ കല്യാണം തീരുമാനിച്ചത്. എനിക്ക് ആ കല്യാണത്തിന് സമ്മതിക്കല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അപ്പോഴത്തെ എന്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. പിന്നെ പൂത്ത കാശുള്ള ഒരു പയ്യൻ വന്ന് കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോ ആദർശമൊക്കെ മാറ്റിവെച്ച് നീ കല്യാണത്തിന് സമ്മതിച്ചു. അത്രേ ഉള്ളൂ. എന്നിട്ട് അതേ അവസരം എനിക്ക് കിട്ടിയപ്പോ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. നിന്നെ സഞ്ജയ് മണ്ഡപത്തിൽ ഉപേക്ഷിച്ചു പോയതിന് നീ എന്നോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. എനിക്ക് നിന്നോട് ദേഷ്യമല്ല, സഹതാപോ. നീ എത്ര വലിയ കുരുക്കിലേക്കാ ചെന്ന് ചാടുന്നെന്ന് നിനക്കറിയില്ല. സഞ്ജയ് നിന്നെ കല്യാണം കഴിക്കുന്ന നിനക്ക് എന്താ ഇത്ര ഉറപ്പ്? അവൻ അങ്ങനെ പറഞ്ഞ് എത്ര പെൺകുട്ടികളെ പറ്റിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയില്ല. അവൻ പറ്റിച്ച പെൺകുട്ടികളെ പോലെ അല്ല ഞാൻ. സ്വപ്ന, ആ പെൺകുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അവൻ എത്രത്തോളം ദുഷ്ടനാണെന്ന് നിനക്കറിയില്ല. ഇന്റർവ്യൂനാണെന്ന് പറഞ്ഞിട്ട് അവൻ പെൺകുട്ടികളെ അവന്റെ ഹോട്ടലിലേക്ക് വിളിക്കും. എന്നിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന ജ്യൂസില് മയക്കുമരുന്ന് കലക്കി കൊടുക്കും. ബോധം നഷ്ടപ്പെടുന്ന അവരെ സഞ്ജയ് പീഡിപ്പിക്കും. അപമാനം പേടിച്ച പല പെൺകുട്ടികളും അവനെതിരെ പരാതി കൊടുക്കാത്തത്.